എൻ ശ്രീകുമാർ രണ്ട് പത്രങ്ങളിലാണ് LDF-ന്റേതായി പരസ്യം വന്നത്. സുപ്രഭാതത്തിലും സിറാജിലും മുസ്ലിം സമുദായ സംഘടനകളുടെ പത്രങ്ങളാണിവ. ഒന്ന് കാന്തപുരം വിഭാഗത്തിന്റെയും മറ്റൊന്ന് EK സുന്നി വിഭാഗത്തിന്റെയും. അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടും മുസ്ലിം സമുദായത്തിലേക്ക് ഈ സന്ദേശം എത്തണം എന്നതാണല്ലോ LDF ലക്ഷ്യം വെക്കുന്നത്. അതായത് കോൺഗ്രസിൽ ചേർന്ന BJP-കാരനായിരുന്ന സന്ദീപ് വാര്യർ അദ്ദേഹം മുൻപ് നടത്തിയ പ്രതികരണങ്ങൾ, ചാനൽ ചർച്ചയിലൊക്കെ നടത്തിയ പ്രതികരണങ്ങൾ, അത് മുസ്ലിം വിരുദ്ധമായ കാര്യങ്ങളാണ്. കശ്മീരിനെതിരെയുള്ള കാര്യങ്ങൾ അതിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നിരവധി കാര്യങ്ങൾ, ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് രണ്ട് പത്രങ്ങളിൽ ഇങ്ങനെ പരസ്യം കൊടുത്തതിലുള്ള അപാകത നിങ്ങൾ കാണുന്നത് എന്താണ് അതിനകത്തുള്ള ഒരു അപാകതയായിട്ട് താങ്കൾക്ക് തോന്നുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് CPM എന്നാണല്ലോ അവർ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പാർട്ടിക്ക് ഒരു രാഷ്ട്രീയ അജണ്ടയും രാഷ്ട്രീയ നയവും ഉണ്ടാവും. ഇവിടെ അത് രണ്ടും ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് ഖേദകരമായ വസ്തുത. തെരഞ്ഞെടുപ്പ് ഇന്ന് കഴിയും, നാളെ കഴിയും, ജയവും പരാജയവും ഉണ്ടാവും. പക്ഷേ കാറൽ മാർക്സിന്റെ നയങ്ങളും സന്ദേശങ്ങളും ഒക്കെ നിരന്തരം പറയുന്ന ഒരു പാർട്ടി അവസാനം ചെന്നെത്തിയത് എവിടെയാണ്? അതായത് അവർ ഒരു വർഗീയതയുടെ ചെളിക്കുണ്ടിലേക്ക് എത്തിയിരിക്കുന്നു. ആ ചെളി വാരിയെറിഞ്ഞ് ആസ്വദിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. രണ്ട് പത്രങ്ങളിൽ പരസ്യം കൊടുത്തു എന്നുള്ളതല്ല വിഷയം. അവർക്ക് ഇഷ്ടമുള്ള പത്രത്തിൽ കൊടുത്തോട്ടെ. MP രാജേഷ് എന്ന് പറഞ്ഞ എന്താ, കാശ് കുറഞ്ഞ പത്രത്തിൽ കൊടുത്തു എന്നാണ്. ആയിക്കോട്ടെ, അതൊക്കെ വിശ്വസിക്കാം. പക്ഷെ കൊടുത്ത പരസ്യമോ? ഒന്നാമത്തെ കാര്യം, RSSന്റെ വേഷം ധരിച്ച് കോൺഗ്രസ് ചേർന്ന് സന്ദീപ് വാര്യർ നിൽക്കുന്നതാണ്. അതിന്റെ ഹെഡിങ് ഞാൻ ഇവിടെ പറയുന്നില്ല. അത് നാളെ ഏതൊക്കെ രീതിയിലാണ് കേസ് വരികയെന്ന് അറിയില്ല. ഒരു വ്യക്തിയെ ഇങ്ങനെ ചിത്രീകരിച്ച് അധിക്ഷേപിച്ചാൽ അത് തെരഞ്ഞെടുപ്പിന്റെ ഏതു തരം പ്രചരണമാണ്? ഇവർ 8 വർഷമായി കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയല്ലേ, ഒരു മുന്നണിയല്ലേ? CPIക്ക് ഇവരുടെ ഈ നയമാണോ ഉള്ളത്? അതറിയാൻ നമുക്ക് താല്പര്യമുള്ള വസ്തുതയാണ്. ഇവർക്ക് നേട്ടങ്ങളില്ലേ പറയാൻ? ജനങ്ങൾക്ക് വേണ്ടി ഒന്നും പറയാനില്ലേ? ഒരു വ്യക്തിയെ അധിക്ഷേപിക്കാൻ വേണ്ടി പരസ്യം കൊടുക്കുകയാണോ തെരഞ്ഞെടുപ്പ് കാലത്ത്? CPM-ന്റെ ഇന്നത്തെ ഏറ്റവും വലിയ അജണ്ട സന്ദീപ് വാര്യരാണോ? സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നാണോ അവരുടെ വിഷയം? സന്ദീപ് വാര്യർ ഇപ്പോഴും പിണറായി വിജയനും അതുപോലെ മറ്റ് CPM നേതാക്കളും എന്താ പറയുന്നത്? അദ്ദേഹം RSSകാരനാണ്. ഞാൻ RSSന്റെ ആശയങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ ഉണരുന്നു എന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങൾ RSS തന്നെ എന്ന് പറയുന്നത് എന്തിനാണ്? പാലക്കാട് CPM തോറ്റു എന്നതിന്റെ വ്യക്തമായ ഒരു സന്ദേശമാണത്. അതെ, താങ്കൾ ഇതിന്റെ ലക്ഷ്യമായിട്ട് കാണുന്നത് എന്താണ്? ഈ പരസ്യത്തിന്റെ ലക്ഷ്യമായിട്ട് കാണുന്നത് എന്താണ്? CPM പറയുന്ന ഇതെല്ലാം സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യങ്ങളാണല്ലോ എന്ന്. പിന്നെ റേറ്റ് കുറഞ്ഞ പത്രത്തിൽ കൊടുത്തു, പരസ്യത്തിന്റെ റേറ്റ് കുറഞ്ഞ പത്രത്തിൽ കൊടുത്തു, അതിനെന്താണ് കാര്യമെന്ന്, അതിനെന്താണ് കുഴപ്പമെന്ന് CPM നേതാക്കൾ ചോദിക്കുന്നുണ്ട്. 4 പത്രങ്ങളിലാണ് പരസ്യം നൽകിയത്. ഈ 2 പത്രങ്ങൾക്ക്, സുപ്രഭാതവും സിറാജും പുറമേ 2 പത്രങ്ങളിൽ കൂടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ 2 പത്രങ്ങളിലും വന്നത് ഇതേ കണ്ടന്റ് അല്ല. അത് മറ്റൊരു കാര്യമുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് താങ്കൾ ആ ലക്ഷ്യം പറയൂ. താങ്കൾ സംശയിക്കുന്ന ലക്ഷ്യം എന്താണ് CPM-ന്റെയും LDF-ന്റെയും? അല്ല, അതായത് മുസ്ലിം സമുദായത്തിന് താല്പര്യമുള്ള 2 പത്രങ്ങളിൽ ഇത്തരത്തിലുള്ള പരസ്യം കൊടുക്കുമ്പോൾ CPM ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ഹിന്ദു വോട്ടുകൾ BJP-യിലേക്ക് കൂടുതൽ പോകാനായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാനായിരിക്കാം. ഇതിലേതാണെന്നുള്ള പാർട്ടി വ്യക്തമാക്കണം. ഗവൺമെന്റിന്റെ നേട്ടങ്ങളല്ലല്ലോ അവർ പരസ്യത്തിൽ കൊടുത്തത്. ഞാനതാ ചോദിക്കുന്നത്. നമ്മുടെ മറ്റു 2 പരസ്യത്തിൽ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റു 2 പത്രങ്ങളിൽ വികസനം തന്നെയാണ് വിഷയമാക്കിയിട്ടുള്ളത് പ്രധാനമായും. അപ്പോൾ ഈ 2 പത്രങ്ങളിലാണ്, മുസ്ലിം സമുദായ സംഘടനകളുടെ പത്രങ്ങളിലാണ് ഇത്തരത്തിൽ ഈ മുസ്ലിം വിരുദ്ധമായ പരാമർശങ്ങൾ സന്ദീപ് വാര്യർ നടത്തിയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് താങ്കൾ ഈ രണ്ടാമത്തെ പറഞ്ഞ കാര്യം അതിൽ പ്രസക്തമാണല്ലോ. മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ അവർക്കൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കി അത് ഒരു വശത്തേക്ക് UDF-ലേക്ക് ഏകീകരിക്കുവാൻ ഇട നൽകരുത്, അത് വിഭജിക്കുകയാണെങ്കിൽ വിഭജിക്കട്ടെ, അല്ലെങ്കിൽ LDF പക്ഷത്തേക്ക് പോകട്ടെ, ഈ ഒരു ഉദ്ദേശമാണോ എന്നുള്ളത്? നമുക്ക് മഞ്ജുഷ, കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ആരെ കുറിച്ചാണ്? പാണക്കാട് തങ്ങളെ കുറിച്ചല്ലേ? പാണക്കാട് തങ്ങളെയും കുറിച്ച് ഇതിനു മുമ്പ് CPM നേതാക്കൾ പറഞ്ഞിരുന്നത് എന്താണ്? വേണ്ട, സന്ദീപ് വാര്യരെ കുറിച്ച് 2 ദിവസം മുമ്പ് CPM നേതാക്കൾ പറഞ്ഞിരുന്നത് എന്താണ്? അപ്പൊ ഇത് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ, അതേ ഞാൻ പറഞ്ഞത്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആശയപരമായി ദാരിദ്ര്യം അനുഭവിക്കുന്നു എന്നുള്ള ഒരു താത്വിക പ്രശ്നം ഇവിടെ ഉണ്ട്. അത് നാളെ ഭാവിയിൽ ആ പാർട്ടിയെ ബാധിക്കും. താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്തിട്ട് അവർ ചെയ്യട്ടെ, അവരത് ഉത്തരം പറയട്ടെ. ഇന്ന് ശ്രീ രാജേഷ് പറഞ്ഞ 2 കാര്യമുണ്ട്. ഞങ്ങൾ റേറ്റ് കുറഞ്ഞ പത്രത്തിൽ കൊടുത്തു എന്നുള്ളതാണ് അവരുടെ ന്യായം.
റേറ്റ് കുറഞ്ഞ പത്രത്തിൽ കൊടുത്തത് ഞാൻ ചോദിക്കുന്നത് ഗവൺമെന്റിന്റെ നേട്ടങ്ങളാണോ? ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ എന്തുകൊണ്ട് റേറ്റ് കുറഞ്ഞ പത്രത്തിൽ അവർ കൊടുത്തില്ല? ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഒരു കോൺഗ്രസിലേക്ക് BJP വിട്ടുവന്ന ഒരാളാണോ ഇവരുടെ ഇലക്ഷൻ അജണ്ട? എങ്കിലും പറയട്ടെ, ഞങ്ങൾ ഇത്തവണത്തെ ഞങ്ങളുടെ ഇലക്ഷൻ അജണ്ട സന്ദീപ് വാര്യർ വിരുദ്ധമാണെന്ന്. ഒരു 2 ആഴ്ച മുമ്പ് വരെ ഇവരുടെ ഇലക്ഷൻ അജണ്ട എന്തായിരുന്നു? VD സതീശൻ വിരുദ്ധത. VD സതീശനോടാണ് നമ്മളുടെ K സുരേന്ദ്രന്റെയും പിണറായി വിജയന്റെയും ഗോവിന്ദൻ മാസ്റ്ററുടെ ചോദ്യങ്ങള്. VD സതീശൻ പക്ഷെ മറ്റൊരു കാര്യമുണ്ട് എൻ ശ്രീകുമാർ, ഈ സുപ്രഭാതത്തിലും സിറാജിലും കൊടുത്ത ഈ പരസ്യത്തിൽ പറയുന്ന കാര്യങ്ങൾ, സന്ദീപ് വാര്യർ നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ, അത് ശരിയാണല്ലോ. അത് കോൺഗ്രസിനും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണല്ലോ. സന്ദീപ് വാര്യർ നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ നിങ്ങളുടെ കൂടെ കൂടി എന്ന് വെച്ച് അങ്ങനെ വെളുപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പരാമർശങ്ങൾ, ഒരു കൂട്ടം പരാമർശങ്ങളൊന്നും അല്ലല്ലോ സന്ദീപ് വാര്യർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും അക്കാര്യത്തിൽ ബുദ്ധിമുട്ടും. കൂട്ടിയത് കൊണ്ട് ഞങ്ങൾ സന്ദീപ് വാര്യരെ വിശ്വസിക്കുകയാണ് എന്ന് പറയുകയും ചരിത്രം മറക്കുകയും ചെയ്യുകയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതായത് മഞ്ജുഷെ, സന്ദീപ് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ അത് വിരോധാഭാസമാകുന്നത് ഞാൻ പറയാതിരുന്നതാ. സന്ദീപ് വാര്യർ ആ പാർട്ടി ഇടുമ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. 1, ഞാൻ സംഘപരിവാർ ആശയങ്ങളോട് പൂർണ്ണമായും വിട പറയുന്നു. 2, രാഹുൽ ഗാന്ധിയുടെ സ്നേഹക്കടയെ അംഗീകരിക്കുന്നു. 3, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം തള്ളിക്കളയുന്നു. എന്നിട്ട് അദ്ദേഹം കോൺഗ്രസിലേക്ക് വരുന്നു. അപ്പോൾ VD സതീശൻ ഒരൊറ്റ കമന്റ് പറഞ്ഞു, ഒരൊറ്റ അഭിപ്രായം പറഞ്ഞത് എന്താണ്? സന്ദീപ് വാര്യർ എന്ന നല്ല മനുഷ്യനെ കുറിച്ച് CPM നേതാക്കൾ പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇത് CPM വെട്ടിലായിപ്പോയി. CPMിലേക്കാണ് സന്ദീപ് വാര്യർ പോയെങ്കിൽ അവർ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കില്ലല്ലോ. ബാലൻ പറഞ്ഞ 2 ദിവസം മുമ്പല്ലേ മഞ്ജുഷ, നമ്മൾ മനസ്സിലാക്കാത്ത എന്താണ്? ശരിയാണ്, അത് ശരിയാണ്. പക്ഷേ CPMിലേക്കാണ് പോയിരുന്നത് എങ്കിൽ കോൺഗ്രസ് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയാനെ അല്ലേ? ഞാൻ ഒരിക്കലുമില്ല. അല്ലാതെ ഒരൊറ്റ മിനിറ്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിവിരോധം ഒരു തെരഞ്ഞെടുപ്പിന് വരെ പുറത്തിയിട്ടില്ല. മാത്രമല്ല അവർക്ക് പറ്റില്ല, അവർക്ക് പറ്റില്ല. ശരി,